ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണാൻ പോയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല റിവ്യൂസ് കേട്ടാൽ ആ സിനിമകളൊക്കെ കാണാൻ ഞങ്ങൾ പോവാറുണ്ട് കേട്ടാ. അങ്ങനെയുള്ള ഒരു സിനിമ കാണാൻ പോവാനുള്ള ഒരുക്കത്തിലാട്ടപ്പോ തേജുനാണെങ്കിൽ ഈ ഡ്രസ് ഇട്ടാ ഭയങ്കര വൈബടി ആട്ടാ. ഇപ്പം കുറച്ച് പ്രഹസനം. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ലാട്ട പോണത്, വിൻഷാടിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പകുതിക്കുന്ന ഇതേ ജിഷ്ണാട്ടിനും സുജിനും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഞങ്ങള് 4 ആൾക്കാരും കൂടിയിട്ടാണ് പട്ടാമ്പി അലക്സിലെത്തിയത്. അവിടെ എത്തിയപ്പോ ബാക്കി ടീംസ് എല്ലാവരും എത്തി. ഓരോരുത്തരായിട്ട് ഇതേ സമയമാകുമ്പോഴേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇതേ പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടാ. വേറെ ഒന്നല്ല, പടം തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സമയമായപ്പോഴേ നമ്മൾ തേജപ്പിനുള്ള സ്നാക്സും കാര്യങ്ങളും വാങ്ങാൻ അവിടെ എത്തിയിട്ട് സ്നാക്സ് കണ്ടപ്പോൾ എല്ലാവരും കുട്ടികളായിട്ട് ഞങ്ങളൊരു 8-10 പേര് ഏകദേശം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെ എണ്ണ എടുത്തിട്ട് നമ്മൾ വേഗം തിയേറ്ററിന്റെ ഉള്ളിൽ കയറി സിനിമ കാണാൻ നേരെ കയറി ഇരുന്നുട്ടാ. നല്ല തിരക്കുണ്ടായിരുന്നു തിയേറ്ററിൽ, ഹൗസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ ഞങ്ങൾ വരിവരിയായിട്ട് ഇരുന്നിട്ട് സിനിമ തുടങ്ങിയിട്ടപ്പോൾ ഞങ്ങൾ കണ്ട പടം ആസിഫ് അലിയുടെ രേഖാചിത്രം ഫിലിം ആണെന്നുട്ടാ. ഇന്റർവെൽ ആയപ്പോൾ എല്ലാവരും പോയിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ടാ. നമുക്ക് ഇതാലോ ശീലം, നമ്മൾ ഇന്റർവെല്ലിന് ശേഷമാണ് ഐസ്ക്രീം കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീം തന്നെയാട്ടാ വാങ്ങിയത്. തേജപ്പനോടാണെങ്കിൽ തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ ജിഷ്ണേട്ടൻ ചോദിച്ചത് ഐസ്ക്രീം വേണോന്ന് നടന്നു. കുട്ടി പിന്നെ ഞങ്ങളുടെ ടൈം ടേബിൾ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാ. ഞങ്ങളുടെ ടൈം ടേബിളിൽ ഇന്റർവെല്ലിന് ശേഷമാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാറുള്ളൂട്ടാ. അങ്ങനെ സിനിമയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മളിതേ നമ്മുടെ വണ്ടി വെച്ചോടത്തേക്ക് പോവാട്ടാ, പാർക്ക് ചെയ്തോടത്തേക്ക്. അവിടെ എത്തിയിട്ട് നമുക്കിനി എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വല്ല ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാന്നുള്ള പ്ലാനിലാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ പടത്തിനെ കുറിച്ച് പറയാൻ, പടം കിടുകയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കണ്ടിരിക്കാൻ ത്രില്ലിങ്ങോട് കൂടി കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. പിന്നെ എല്ലാവരും ഇത് അവരവരുടെ വണ്ടിയിൽ കയറിയിട്ട് നേരെ ആ കോഫി ഷോപ്പിന്റെ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് നമ്മൾ എന്തോ കുറെ പേര് ചായ പറഞ്ഞു, ഹോർലിക്സ് പറഞ്ഞു, റെഡ് ഓംലേറ്റ്, നോർമൽ ഓംലേറ്റ്, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും പറയില്ല കേട്ടോ, കാരണം എനിക്ക് ഇങ്ങനത്തെ ചായ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ തേജപ്പിന് ഇതേ കട്ട്ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കഴിച്ചില്ല, പകുതി വിൻഷേട്ടനൊക്കെ കഴിച്ചു തോന്നുന്നു. പിന്നെ എല്ലാവരും കൂടി ഷെയർ ഇട്ട് വാങ്ങണേന്ന് അങ്ങനെയൊക്കെ കഴിക്കട്ടെ ചെയ്തത്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 12 മണി കേട്ടോ. നമ്മൾ 9:15 ഷോക്ക് അങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ കഴിയുമ്പോഴേക്കും ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ചായ കുടിക്കാനും എല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കാനും. അങ്ങനെ വീണ്ടും നമ്മളിത് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. പട്ടാമ്പി തന്നെ എല്ലാവരും ഒരുവിധം സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീടും അതുപോലെ തന്നെ ജിഷ്ണാട്ടിന്റെ വീടൊക്കെ ഒരേ ഏരിയയിലായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാട്ട പോയത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയി, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.